ഇതുവരെ അങ്ങനെ ആരും യൂസ് ചെയ്യാത്ത കുറെ പേരുടെ പടത്തിനകത്തുള്ളൂ നമുക്ക് ഇതുവരെ സിനിമയിൽ കാണുന്നത്. ഈ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാ പിക്ക് ചെയ്ത്, എന്തൊക്കെ സ്ക്രിപ്റ്റില് കൊണ്ടുപോയി വെക്കണം, ആ ഐഡിയ എങ്ങനെയാ വന്നത്? കുറേ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ സാർ പറയുന്ന പോലെ നമ്മൾ കഥ പറഞ്ഞിട്ടും പ്ലസ് ഷൂട്ട് നടക്കുമ്പോൾ കുറേ നമ്മൾ സാറിൻ്റെ അടുത്ത് കുറേ വിഷയങ്ങൾ ചോദിക്കും. ഇനിയും കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ലൈനിൽ ഒരു മീറ്റർ നമ്മൾ ക്രോസ് ചെയ്യേണ്ട മൈൻഡിലുണ്ടായിരുന്നു. നമ്മൾ ഈ പടം കാണുമ്പോൾ ഒരു ഐ തിങ്ക് ദാറ്റ് ഇസ് എവറി ആക്ടേഴ്സ് വാട്ട് ആൻ ആക്ടർ ബ്രിങ്സ് ടു ടേബിൾ. നമ്മളൊരു ഒരു 10-15 സെക്കൻഡ്സിൽ മമ്മൂക്ക പറഞ്ഞിട്ട് നമ്മൾ ഡൊമിനിക്കിൻ്റെ ഉള്ളിൽ പോകും. That was in that first scene itself. As I was directing also, I felt that I forgot Mammootty sir and I started believing that this is Dominic, and now how am I going to treat Dominic? So pop culture reference ആയിട്ട് നമ്മൾ കുറേ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ വാപ്പച്ചീസ് ലെഗസിയും ഈ നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയർ അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഓൾറെഡി സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു. റൈറ്റേഴ്സ് കൂട്ടി നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് കറക്ഷനൊക്കെ അത്യാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് അവർ തരും. അത് നമുക്ക് നന്നാക്കാം അല്ലെങ്കിൽ ചീത്തയാക്കാം. ഈ നാസയൊക്കെ ഉണ്ടല്ലോ ഓൾറെഡി. നാസയുണ്ട് ഓൾറെഡി. So അങ്ങനെ കുറേ ഡിസ്കസ് ചെയ്തിട്ട് we thought we'll keep a few things and we'll keep it on the meter also. ഗൗതം സാർ, സാറിലേക്ക് ഈ സിനിമ എത്തിയത് മഞ്ജു വാര്യർ ത്രൂ ആണെന്ന് എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമ കാണുന്നതിന് മുമ്പും മഞ്ജു ചേച്ചിയുടെ ഒരു ക്യാമിയോ ഇതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പം ഇനി മലയാളത്തിൽ 10 പടങ്ങൾ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കൊപ്പം 10 പടങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും മഞ്ജു ചേച്ചി ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മൾ ഗൗതം സാറിൻ്റെ സിനിമകൾ പ്രണയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനം. അപ്പം ഇതിൽ നോക്കിയപ്പം ഗോകുലിൻ്റെ ക്യാരക്ടറിൽ പ്രണയം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. അപ്പം അടുത്തൊരു ലവ് സ്റ്റോറി മലയാളത്തിൽ ചെയ്യാം. ഹീറോ ഹീറോയിൻ പ്രേമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അയാൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമുണ്ട്. മനസ്സിലായിട്ടില്ല. അത് പ്രണയമല്ലേ? മനസ്സിലായി, പക്ഷേ പ്രായമായതുകൊണ്ടാണ്. He was intrigued and distracted by Nandita and Gokul ഒരു പട്ടീൻ്റെ മിസ്സിംഗ് കേസ് ആയിട്ട് പോയതാണ് സാർ അയച്ചു തന്നപ്പോൾ. But otherwise, see, every director has a journey, ഒരു vision, we write. ഞാൻ തനിയാവർദ്ധനം കണ്ടപ്പോൾ I wanted to work with sir. അത് എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജസ് ആയിരുന്നു എൻ്റെ കരിയറിൽ. ഈ റൈറ്റിംഗ് സ്റ്റേജസും അമരം ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കഥ, ദിസ് ആക്ടർ would beautifully bring it to screen and it will be an honor to work with him എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണി ആയിരുന്നു അത്. ഒരു മൈൻഡിൽ ബട്ട് മലയാളം ഇറ്റ്സ് സ്റ്റിൽ എ ലിറ്റിൽ ഔട്ട് ഓഫ് മൈ റീച്ച്. തമിഴ് സ്റ്റോറീസ്, തമിഴ് ആക്ടേഴ്സ്, അങ്ങനത്തെ ഒരു ഫ്ലോയിലായിരുന്നു. അപ്പോൾ ഞാൻ കഥ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് വേട്ടയാട് വിളയാടും പിന്നെ പച്ചക്കിളി കുറിച്ചും വാരണമാരും അച്ഛൻ മരിച്ചപ്പോൾ വാരണമാരുടെ കഥ, അങ്ങനെ ഒരു ജേർണിയായിരുന്നു. നോട്ട് ദാറ്റ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു കം ബാക്ക്, ബട്ട് സംവെയർ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ആൻഡ് എസ്പെഷ്യലി സാർ പറഞ്ഞ പോലെ ഡൊമിനിക് വാസ് ഡെഫിനറ്റ്ലി different from sir. Sir has done Turbo where he's done a lot more action and all that. Recently I'm saying Kannur Squad also, but Dominic is very different within that space. Dominic is a loser. Yeah, first sir he's a loser. He's a bum. His wife is divorced from him and ഒരു ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുന്നത് ബ്ലാക്ക്മെയിലിംഗ് ചെയ്യുന്ന ഒരു കേസാണ്. So all that I liked as a character, and he also grabbed that. He said this character is nice. He can be in any story. The next story, whether it's a film or not, could be Dominic and the pen, Dominic and the person missing from the ship. I'm just saying, Madhuri's son Vivek, who's gone missing 25 years ago. That could be the next story that he missed. I'm just saying. So I liked it as a character, and I thought that should be in the film. And our journey il ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരു 45 days ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് വന്ന ഫീലിംഗ്, any script that I have, I should bring it to him. Whether sir likes it or not, I should bring it to him. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് at least for 10 films more I want to work and learn being in the space of somebody like him.